പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സാധാരണ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് പബ്ലിക് എക്സാമിന് അത് വരാറുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ നിത്യജീവിതത്തിലും ഇത് വളരെയധികം ആവശ്യമുള്ളതാണ്. ഈ ഒരു ബാങ്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള ബാങ്കുകളെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ് സാധാരണ. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇവയെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ബാങ്ക് എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് നൽകുന്നതെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങൾക്ക് അർഹരാണോ, എന്തൊക്കെയാണ് ബാങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് അറിയേണ്ടത് ആവശ്യമല്ലേ. അന്നേരം ബാങ്ക് പ്രധാനമായിട്ടും ചെയ്യുന്ന 2 ഫംഗ്ഷനാണ്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നതിന് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. അതായത് സമൂഹത്തിൽ നിന്ന് ആരുടെ കയ്യിലാണോ ബാലൻസ് സേവിങ്സ് ഉള്ളത്, ആ സേവിങ്സ് വെറുതെ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് പ്രത്യേകിച്ച് ഇൻക്രീസ് ഒന്നും വരില്ല. ആ സേവിങ്സിന്, നമ്മളുടെ ബാലൻസ് ഫണ്ടിന് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇൻകം കിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട്. അന്നേരം നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ബാങ്കുകാരെ സംബന്ധിച്ച് ഈ ഡെപ്പോസിറ്റ് സമൂഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം അതിന് അല്പം കൂടെ ഉയർന്ന ഇൻട്രസ്റ്റിന് ആർക്കെങ്കിലും ലോൺ കൊടുക്കാൻ. അന്നേരം ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കണം. അന്നേരം ബാങ്കിന്റെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ നമുക്ക് 2ആയിട്ട് തിരിക്കാം: പ്രൈമറി ഫംഗ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻസ്. അതിലെ പ്രൈമറി ഫംഗ്ഷൻസിനെ വീണ്ടും 2ആയിട്ട് തിരിക്കാം: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. അതാണ് ബാങ്കിന്റെ പ്രാഥമികമായ കർത്തവ്യം, ഫംഗ്ഷൻസ്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിനും പല സ്കീമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, SB അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനെ കറന്റ് അക്കൗണ്ട് ഉണ്ട്. ഇങ്ങനെ പല അക്കൗണ്ടുകൾ പല രീതിയിൽ ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. The main purpose of bank is to promote savings and accept deposit from the customers. ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അങ്ങനെ അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക. ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓഫർ എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആൻഡ് ചാർജ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി അക്കൗണ്ട് ദേ ലെൻഡ്. അന്നേരം ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് ക്യാഷ് ലോൺ കൊടുക്കുന്നവർക്ക് അവരുടെ നിന്ന് ബാങ്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഡെപ്പോസിറ്റിന് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കും, ലോണിന് ബാങ്ക് ഇൻട്രസ്റ്റ് മേടിക്കും. ഓക്കെ. ബാങ്ക് ഓഫർ ഡിഫറെന്റ് ഡെപ്പോസിറ്റ് സ്കീംസ് ടു സാറ്റിസ്ഫൈസ് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. പല ആളുകൾക്കും, ചിലർക്ക് ആ ക്യാഷ് അവരുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. അത് ചിലപ്പോൾ 5 കൊല്ലത്തേക്ക് ആവശ്യമുള്ള പൈസ ആയിരിക്കില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ അതിനുള്ള ആവശ്യമുള്ളൂ. അന്നേരം നമ്മൾ SB അക്കൗണ്ടിൽ ഇട്ടാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ FD ഇടണം, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടണം. 1 വർഷം FD ഇടുന്നതിന് ഇൻട്രസ്റ്റ് റേറ്റ് അതിലും കൂടുതലായിരിക്കും. 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ, 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അന്നേരം ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ബാങ്ക് വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ് അവതരിപ്പിക്കാറുണ്ട്. Okay, the common type of deposit schemes offered by banks are: number 1, SB account, savings bank account. ഏറ്റവും കൂടുതൽ ആളുകൾ SB അക്കൗണ്ട് ആയിരിക്കും ഉള്ളത്. നിങ്ങളിപ്പം ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ചോദിക്കും, SB ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരെല്ലാം ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് SB അക്കൗണ്ട് ആണ്. A savings bank account is a type of bank account where you can deposit money, earn modest interest rate on deposited amount, and have the flexibility to withdraw funds when needed. ഒരു SB അക്കൗണ്ട് ഓപ്പൺ ചെയ്താലുള്ള പ്രത്യേകത, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. പിൻവലിക്കുന്നതിന്, വിഡ്രോ ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മോഡറേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 കോടി രൂപ വരെ, ലെസ് ദാൻ 10 crores 2.70% ആണ്. എബവ് 10 crores 3% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അന്നേരം SBIയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കായ SBIയിൽ SB അക്കൗണ്ട്, ഒരാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാൽ അതിന്
2.70%. 10 കോടിയിൽ താഴെയാണ് നമുക്ക് 2.70% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടുക. 10 കോടിയുടെ മുകളിലുള്ള ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് 3% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. നമുക്കിപ്പോൾ 10,000 രൂപയുള്ള 10,000 രൂപയ്ക്ക് 2.70% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അത് 6 മാസം കൂടുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അന്നേരം SB അക്കൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. കാരണം അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം. പക്ഷേ എത്ര രൂപ പിൻവലിക്കുന്നതിനുള്ള, എത്ര തവണ, അതിനൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ടെന്ന് മാത്രം. ഫ്രീക്വന്റ് വിഡ്രോവൽസ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം SB അക്കൗണ്ട്. അതാണ് SB അക്കൗണ്ടിന്റെ ഒരു നിയന്ത്രണമുള്ളത്, ഒരു ലിമിറ്റേഷൻ ഉള്ളത്. ഫ്രീക്വന്റ് ആയിട്ട് എപ്പോൾ വേണേലും എത്ര തവണ വേണേലും അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല. ഒരു മാസത്തിൽ ഇത്ര തവണയെ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചില നിയന്ത്രണങ്ങളുണ്ട്. This type of account promote the habit of savings in people having a fixed income. Interest rate is credited the depositors account once in every 6 months. ഓരോ 6 മാസം കൂടുമ്പോഴേ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് SB അക്കൗണ്ട്. നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് SB അക്കൗണ്ട് ആണ്. അടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സഡ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ടൈം ഡെപ്പോസിറ്റ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ടൈം ഡെപ്പോസിറ്റ്. In this case, deposits are held for a fixed or specified period of time. ഒരു നിശ്ചിത കാലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ 15 ദിവസത്തേക്ക്, 1 മാസത്തേക്ക്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 5 വർഷത്തേക്കൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. എത്ര കാലയളവ് കൂടുന്നു അതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കൂടും. കാരണം 1 വർഷത്തേക്ക് അല്ല 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ 5 വർഷം കഴിഞ്ഞ് ബാങ്കിനെ പൈസ തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ ആ ബാങ്കിന് മറ്റ് ബിസിനസ്സുകൾക്കായിട്ട് അവർക്ക് ലോൺ കൊടുക്കാനൊക്കെ ആയിട്ട് ആ ഫണ്ട് ഫ്രീ ആയിട്ട്, ഫ്രീ മീൻസ് സ്വാതന്ത്ര്യമായിട്ട് തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ഉറപ്പിൽ അവർക്ക് അത് ബിസിനസ്സിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. ദീസ് ഡെപ്പോസിറ്റ്സ് കനോട്ട് ബി വിഡ്രോൺ ബിഫോർ മച്യൂരിറ്റി. സാധാരണഗതിയിൽ വിഡ്രോ ചെയ്യാൻ അനുവദിക്കില്ല. ഈ 5 വർഷമാണ്, 5 വർഷത്തിന് മുൻപ്. ഹെൻസ് ദേ ആർ നോട്ട് പേബിൾ ഓൺ ഡിമാൻഡ്. അതുകൊണ്ട് അത് നോട്ട് പേബിൾ ഓൺ ഡിമാൻഡ്. അവർ ആവശ്യപ്പെടുന്ന സമയത്ത്, ഡെപ്പോസിറ്റ് ചെയ്തവർ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ബാധ്യതയില്ല. ആ കാലാവധി കഴിഞ്ഞ് കൊടുത്താൽ മതി. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡെപ്പോസിറ്റ്സ് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ ദാൻ പെയ്ഡ് ഓൺ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. SB അക്കൗണ്ടിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് കൊടുക്കണം. കാരണം ഒരു നിശ്ചിത കാലത്തേക്ക് ആ തുക ബാങ്കിനെ ഏൽപ്പിച്ചേക്കുവാണ്. അതേസമയം SB അക്കൗണ്ടിൽ എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കൊടുക്കണം. അതാണ് SB അക്കൗണ്ടിൽ ബാങ്കിനുള്ള റിസ്ക്. ഓക്കെ, കറന്റ് അക്കൗണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഈസ് യൂഷ്വലി ഹെൽഡ് ബൈ ബിസിനസ്മാൻ. ബിസിനസ്സുകാരാണെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കറന്റ് അക്കൗണ്ടിൽ എത്ര തുക വേണേലും ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര തുക വേണേലും എത്ര തവണ വേണേലും പിൻവലിക്കാം. അതാണ് കറന്റ് അക്കൗണ്ട്. ബിസിനസ്സിൽ എപ്പോഴും ഇങ്ങനെ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ബിസിനസ് പലപ്പോഴും സ്ഥിരമായിട്ട് ബാങ്കിലേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമുള്ളപ്പോഴെല്ലാം ബിസിനസ് തിരിച്ചെടുക്കുകയും ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഈസ് യൂഷ്വലി ഹെൽഡ് ബൈ ബിസിനസ്മാൻ. കറന്റ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം എപ്പോൾ ഡിമാൻഡ് ചെയ്താലും തിരിച്ചു കൊടുക്കണം. അതാണ് കറന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത. ഹിയർ ദ അക്കൗണ്ട് ഹോൾഡർ ഹാവ് ദ ലിബർട്ടി ടു വിഡ്രോ മണി അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. എപ്പോൾ വേണേലും പിൻവലിക്കാം. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദീസ് ഡെപ്പോസിറ്റ്സ്. കാരണം ബാങ്കിനോട് എപ്പോൾ ഈ ക്യാഷ് ചോദിച്ചാലും തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ബാങ്കിന് സ്വതന്ത്രമായിട്ട് ഈ ഫണ്ട് വേറൊരു ആവശ്യത്തിന് വിനിയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് കൊടുക്കുന്നുമില്ല. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദീസ് ഡെപ്പോസിറ്റ് കറന്റ് അക്കൗണ്ടിന്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം. കറന്റ് അക്കൗണ്ടിനെ വിളിക്കുന്ന വേറെ പേരെന്ത്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ബിസിനസ്സുകാർ സാധാരണ തുടങ്ങുന്ന അക്കൗണ്ട് ഏത്? കറന്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ബാങ്ക് കൊടുക്കാത്ത അക്കൗണ്ട് ഏത്? കറന്റ് അക്കൗണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം നമ്മളിപ്പോൾ 3 ഡെപ്പോസിറ്റ് സ്കീമിനെ പറ്റി പഠിച്ചു. സാധാരണക്കാർ ഓപ്പൺ ചെയ്യുന്നത് SB അക്കൗണ്ട്, നിശ്ചിത കാലത്തേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബിസിനസ്സുകാർ തുടങ്ങുന്ന അക്കൗണ്ട് കറന്റ് അക്കൗണ്ട്. റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഫിക്സഡ് amount is deposited at regular intervals.
ഒരു ഫിക്സഡ് ഇൻകം ഉള്ള ആളുകളൊക്കെ സാധാരണയായിട്ട് ഒരു സേവിങ് ഹാബിറ്റ് എന്ന നിലയിൽ മാസത്തിൽ ഒരു 500 രൂപയോ 1000 രൂപയൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് സ്ഥിരമായിട്ട് എല്ലാ മാസവും നിശ്ചിത തുക അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബാങ്ക് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ദിസ് അക്കൗണ്ട് ക്യാരീസ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ ദാറ്റ് ക്യാരിഡ് ബൈ എസ് ബി അക്കൗണ്ട്. എസ് ബി അക്കൗണ്ട് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇവർ നൽകാറുണ്ട്. ഇൻ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ക്യാൻ ബി വിഡ്രോൺ ഓൺലി ആഫ്റ്റർ മെച്യൂരിറ്റി. 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷം കഴിഞ്ഞേ ഈ തുക പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയാണ് പ്രൈമറി ഫംഗ്ഷനിലെ ആദ്യത്തെ ഭാഗമായ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ഇത് ഈസി ആയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളതുമാണ്. ഇതിനെപ്പറ്റി പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക. നമ്പർ 2, ലെൻഡിങ് മണി. Lending money. Second major function of commercial bank is to provide loans and advances out of the money received through various types of deposit. ബാങ്ക് ഇപ്പോൾ പല രീതിയിലുള്ള ഡെപ്പോസിറ്റ് സ്കീം വഴി ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തു. ഇത് വെറുതെ ബാങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരുടെ ബാങ്ക് ഒരു ബിസിനസ് ആണല്ലോ. അന്നേരം ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്കും പ്രവർത്തിക്കുന്നത്. അന്നേരം കുറഞ്ഞ റേറ്റിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിലും കൂടിയ റേറ്റിൽ ആളുകൾക്ക്, ആവശ്യക്കാർക്ക് പല രീതിയിലുള്ള ലോൺ ആയിട്ട് കൊടുക്കണം. ബിസിനസ്സുകാർക്ക് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഹൗസിംഗ് ലോൺ, കാർ ലോൺ, അങ്ങനെ പേഴ്സണൽ ലോൺ, അങ്ങനെ വിവിധ തരത്തിലുള്ള ലോൺ ബാങ്ക് കൊടുക്കും. നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഡെപ്പോസിറ്റ് സ്വീകരിച്ചതിനേക്കാൾ കൂടിയ പലിശയ്ക്കാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. അതിലാണ് ആ ഡിഫറൻസ്, രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിന്റെ ലാഭം. Second major function of commercial bank is to provide loans and advances out of the money received through various types of deposits. The bank advances loan at higher rate of interest than what it allows on deposit. ഡെപ്പോസിറ്റിന് അനുവദിച്ചതിനേക്കാൾ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ബാങ്ക് ലോൺ കൊടുക്കുക. The difference between the two rate of interest is the profit of the bank. The following are the different types of advances offered by commercial bank. Number 1, പലതരത്തിലുള്ള ലോൺ കൊടുക്കുന്നതിൽ നമ്പർ 1 ക്യാഷ് ക്രെഡിറ്റ്, CC എന്ന് പറയും, ക്യാഷ് ക്രെഡിറ്റ്. അണ്ടർ ദിസ് സിസ്റ്റം ദ ബാങ്ക് ഫസ്റ്റ് എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഹെൽഡ് ബൈ ദ ബോറോവർ. ഒരാൾ ലോൺ ചോദിച്ചുകൊണ്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അല്ലെ CC തരാവുന്ന, ക്യാഷ് ക്രെഡിറ്റ് തരാമെന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ ബാങ്ക് ആ വ്യക്തിയുടെ അസറ്റ് എത്രമാത്രം, അത് ആ ലോൺ ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ എത്രമാത്രം അസറ്റ് ഉണ്ടെന്ന് വിലയിരുത്തും. Based on this estimation, bank decides the credit limit to the borrower. അതിന് ഈടൊക്കെ കൊടുക്കേണ്ടി വരും, മോർഗേജ് ചെയ്യേണ്ടി വരും. അന്നേരം അതിനെ അടിസ്ഥാനമാക്കി CCയുടെ ക്രെഡിറ്റ് നിശ്ചയിക്കും. എത്ര രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് അനുവദിക്കാം എന്ന് നിശ്ചയിക്കും. The borrower is liable to pay interest on amount she actually withdraws. അതാണ് CCയുടെ പ്രത്യേകത. നമ്മളിപ്പോൾ 1 കോടി രൂപയുടെ CC അനുവദിച്ചെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് 5 ലക്ഷം രൂപ വിഡ്രോ ചെയ്തെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. അതേസമയം നമ്മൾ ചിലപ്പോൾ ഹൗസിംഗ് ലോൺ ഒക്കെ അനുവദിക്കുമ്പോൾ ചില സ്കീമിലൊക്കെ ഹൗസിംഗ് ലോണിന് എത്ര രൂപ അനുവദിക്കുന്നോ അതിന് മുഴുവൻ അന്ന് പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ പിൻവലിച്ചു അത് ഓരോ ബാങ്കിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്പർ 2, ഓവർ ഡ്രാഫ്റ്റ്, OD എന്ന് പറയും, ബാങ്ക് OD, ഓവർ ഡ്രാഫ്റ്റ്. ദിസ് ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ടു കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് wherein they can withdraw the amount in excess of credit balance in account. നമ്മളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്നാണ് പറയുക. ബാങ്കിന്റെ കണക്കും പ്രകാരം നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിലാണ് ഡെപ്പോസിറ്റ്. അന്നേരം നമ്മൾക്കിപ്പോൾ 50,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയുടെ OD, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് അനുവദിച്ചെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ എത്ര രൂപയെ പിൻവലിക്കാൻ സാധാരണഗതിയിൽ പറ്റുള്ളൂ? 50,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ നമുക്ക് മാക്സിമം 50,000 രൂപ. 50,001 രൂപ പിൻവലിച്ചാൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരും നമ്മൾ ഈ പറയുന്ന കാർഡൊക്കെ വെച്ച് വിഡ്രോ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഓവർ ഡ്രാഫ്റ്റ് ഉള്ള അക്കൗണ്ടിൽ നമുക്ക് 50,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളപ്പോൾ 10 ലക്ഷം രൂപയുടെ ഓടിയുണ്ട്, 10,50,000 രൂപ വരെ പിൻവലിക്കാം. 50,000 ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റും ഓവറായിട്ട് പിൻവലിക്കാൻ ബാങ്ക് 10 ലക്ഷം കൂടി അനുവദിക്കുമല്ലേ. ഇതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദ ബാങ്ക് ചാർജസ് ഇൻട്രസ്റ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് ഓവർ ഡ്രോൺ. നമ്മൾ എത്രയാണോ ഓവറായിട്ട് പിൻവലിച്ചത് ആ
ഓവറായിട്ട് പിൻവലിച്ച തുകയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. നമുക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ ഓടി ഉണ്ടെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണ്ട. നമ്മൾ അതിൻ്റെ അകത്ത് 4 ലക്ഷം രൂപയെ വിനിയോഗിച്ചുള്ള 4 ലക്ഷം രൂപ അതാണ് എപ്പോൾ വേണേലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. 10 ലക്ഷം രൂപ വരെ ഓവറായിട്ട് വിഡ്രോ ചെയ്യാം. എത്രയാണോ എടുക്കുന്നത് അതിന് മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ എപ്പോൾ ഒരു 5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ എത്ര രൂപയോ വന്നോ അത് നമുക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അന്നേരം ആ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഇത് കുറയും. അതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കുറയും. ബിസിനസ്സുകാർക്ക് വളരെ നല്ല ഒരു ഓഫറാണ്. നല്ലൊരു ടൈപ്പ് ഓഫ് ലോണാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയെടുക്കുക എന്നുള്ളത്. ബിസിനസ്സുകാർക്ക് വളരെ പ്രയോജനപ്പെടുത്താം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ. ദ ഡിസ്കൗണ്ടഡ് ബിൽസ്, ബാങ്ക് ലോൺ കൊടുക്കുന്ന മറ്റൊരു സംവിധാനമാണ് എ ബിൽ ഓഫ് ഡിസ്കൗണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. എ ബിൽ ഓഫ് ഡിസ്കൗണ്ട് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വെയർ ദി പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് ടു ദ വെൻഡർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിലുള്ള ബിസിനസ്സുകാർ ബാങ്കിനെ സമീപിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരണം എന്ന് പറയും. ശരിക്കും ഈ ബില്ലിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. പക്ഷേ ബാങ്ക് അപ്പോൾ തന്നെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ക്യാഷ് ആ ബിസിനസ്സുകാരന് നൽകും. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബിസിനസ്സുകാർക്ക് നൽകും. അന്നേരം ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഈ ബില്ല് ബാങ്ക് കസ്റ്റമറെ അല്ല ഡ്രോയിയെ സമീപിക്കുകയും ഡ്രോയിയുടെ അടുത്തുനിന്ന് ബാങ്ക് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ 10,000 രൂപയുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 9,500 രൂപയെ ബിസിനസ്സുകാരന് കിട്ടുകയുള്ളൂ. ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ബാങ്കിന് 10,000 രൂപയും കിട്ടും. അപ്പോൾ 500 രൂപ ബാങ്കിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്തെ ഇൻകം എന്ന് പറയുന്നത്. The bank collects the money from the customer on the arrival of the due date. The bank deducts some fee before making the payment to the vendor. അടുത്തത് ടേം ലോൺസ്. A term loan is a loan from bank for specific amount that has specified repayment schedule and a fixed floating interest rate. Fixed or floating interest rate. ടേം ലോൺ എന്ന് പറയുന്ന ഒരു നിശ്ചിത തുക ലോൺ അനുവദിക്കുക. ഇപ്പോൾ ഹൗസിംഗ് ലോൺ, കാർ ലോൺ, ഇവയൊക്കെ ടേം ലോണിന് എക്സാമ്പിളാണ്. നമ്മൾ 50 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു, അല്ലെ കാർ മേടിക്കാൻ 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു. അത് ലോൺ അനുവദിക്കുന്ന അന്ന് മുതൽ ഫുൾ എമൗണ്ടിനും ഇൻട്രസ്റ്റ് കൊടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് തിരിച്ചടയ്ക്കണം. അത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, ഫ്ലോട്ടിങ്ങും ഉണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ആ ലോണിന്റെ ലാസ്റ്റ് വരെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഒക്കെ തീരുമാനങ്ങൾ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുമ്പോൾ അത് കുറയാം കൂടാം. അതാണ് ഫ്ലോട്ടിംഗ്. എന്നാൽ ഇതാണ് ടേം ലോൺ. അന്നേരം ബാങ്കിൽ നിന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള ലോൺ എടുക്കാമെന്ന് ഇപ്പം മനസ്സിലായി. ഒന്ന് CC എടുക്കാം, ഓടി എടുക്കാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാം, ഹൗസിംഗ് ലോൺ പോലെയുള്ള ടേം ലോൺ. ഇവയെല്ലാം ബാങ്ക് നമുക്ക് നൽകുന്ന സേവനങ്ങളാണ്. അത് ആവശ്യക്കാർ അത് യൂട്ടിലൈസ് ചെയ്യുക. അടുത്തത് സെക്കൻഡറി ഓർ സബ്സിഡിയറി ഫങ്ഷൻസ്. ബാങ്ക് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണി എന്ന് പറയുന്ന പ്രൈമറി ഫങ്ഷൻസ് മാത്രമല്ല സെക്കൻഡറി ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. ബാങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും പലരും പോയി കാണുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ബാങ്ക് നമ്മുടെ ഒരു ഏജന്റ് ആയിട്ട് ചില കാര്യത്തിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. A commercial bank acts as an agent for customers and services rendered by it as an agent is known as agency services. Collection of checks. അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരനാണ്, സോൾഡ് ഗുഡ്സ് ടു ബിജു ആൻഡ് ചെക്ക് റിസീവ്ഡ്. നമ്മൾ ബിജുവിന് ഗുഡ്സ് കൊടുത്തു, 50,000 രൂപയുടെ ഗുഡ്സ് ആണെന്ന് കരുതുക. അതിൽ ബിജു നമുക്ക് ചെക്ക് തന്നു. ഇപ്പോൾ നമ്മളുടെ ബിസിനസ്സുകാരൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അക്കൗണ്ട്. പക്ഷെ ബിജു നമുക്ക് ചെക്ക് തന്നത് ആക്സിസ് ബാങ്കിൻ്റെ ചെക്കാണ് തന്നത്. ഒരു ആക്സിസ് ബാങ്കിൻ്റെ ചെക്ക് SBIയിൽ കൊണ്ടുപോയി നമ്മൾ സബ്മിറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ റെഡി ക്യാഷ് കിട്ടില്ല. കാരണം ബിജുവിൻ്റെ അക്കൗണ്ട് എവിടെയാണ്? ആക്സിസ് ബാങ്കിലാണ്. അന്നേരം ഇത് കളക്ഷൻ അയക്കണം. നമ്മൾ SBIയിൽ നമ്മുടെ അക്കൗണ്ട് SBIയിൽ ആയതുകൊണ്ട് നമ്മൾ ബിജുവിൽ നിന്ന് ലഭിച്ച ചെക്ക് SBI കൊടുക്കും. SBI അത് ആക്സിസ് ബാങ്കിലേക്ക് കളക്ഷൻ അയക്കും. എന്നിട്ട് ബിജുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ SBIയുടെ അക്കൗണ്ടിൽ വന്നിട്ട് SBIയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഈ ക്യാഷ് കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതാണ് ചെക്ക് കളക്ഷൻ അയക്കുക എന്ന് പറയുന്നത്.
Bank renders a very important services to customers by collecting their checks drawn on other banks. Bank collects the amount of these checks and credit money into customers' account. അത് ബാങ്ക് നമ്മുടെ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്പർ 2, റെമിറ്റൻസ് ഓഫ് മണി. നിങ്ങൾ പലപ്പോഴും ബാങ്കിൽ പോയിട്ടുണ്ടാകാം. നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ല മറ്റാർക്കെങ്കിലും നിങ്ങൾ ക്യാഷ് അയക്കാനുണ്ട്. എവിടെയാണോ നിങ്ങളുടെ ബാങ്ക്, ആ ബാങ്കിൽ ചെല്ലുന്നു. എന്നിട്ട് ബാംഗ്ലൂർക്കോ ഡൽഹിക്കോ എങ്ങോട്ട് വേണേലും പൈസ അയക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ലഭ്യമാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് പ്രൊവൈഡിങ് ഫെസിലിറ്റി ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് RTGS, നെഫ്റ്റ്, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ, DD, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, എക്സെട്ര. ഇങ്ങനെ പല രീതിയിൽ ബാങ്ക് നമ്മളെ സഹായിക്കുന്നു. ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് ഏജൻസി സർവീസിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ. അടുത്തത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് റെൻഡർ എ നമ്പർ ഓഫ് സർവീസസ് ടു ജനറൽ പബ്ലിക് ആൻഡ് ദീസ് സർവീസസ് ആർ നോൺ ആസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനല്ലാതെയും പൊതുജനങ്ങൾക്കായിട്ടും ചില സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കും ചില സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽ, എക്സെട്ര. ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കും. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് അടച്ചോളും. റെന്റ് കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. അതുകൂടാതെ മറ്റുള്ളവരുടെ ഇപ്പം BSNLന്റെ ഒക്കെ ടെലിഫോൺ ബില്ല് അങ്ങനെ ഒരു കളക്ഷൻ പോയിന്റ് ആയിട്ട് ബാങ്ക് വർക്ക് ചെയ്യാറുണ്ട്. പൊതുജനങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താം. എന്നിട്ട് ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ബാങ്ക് ചെയ്യുന്നുണ്ട്. നമ്പർ 2, collection of interest, dividend, etc. Bank may be instructed to collect interest on investment, dividend on shares, etc. on behalf of customers. കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പലരും ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഡിവിഡൻഡ് ബാങ്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തോളും. ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. പല ബാങ്കുകളും ഈ ഷെയർ മാർക്കറ്റിൽ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്ത്, ബ്രോക്കർ ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ മേടിക്കുക, വിൽക്കുകയൊക്കെ ചെയ്യും. ബാങ്ക് ക്യാൻ ഓൾസോ വർക്ക് ആസ് ആൻ ഏജന്റ് ഓഫ് ദി കസ്റ്റമർ ആൻഡ് അസിസ്റ്റ് ഇൻ പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, എക്സെട്ര. പ്രൊവൈഡിംഗ് ലോക്കർ ഫെസിലിറ്റീസ് ഫോർ ദി സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് ആൻഡ് അതർ വാല്യുബിൾസ്. ബാങ്ക് നൽകുന്ന മറ്റൊരു സേവനമാണ് ലോക്കർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ബാങ്കിൽ ലോക്കർ റൂമുണ്ട്, വളരെ സേഫ് ആയിട്ടുള്ള റൂമുണ്ട്. ആ റൂമിൽ നമ്മൾക്കൊരു സ്പേസ് തരും. നമ്മളുടെ കയ്യിൽ ഒരു കീ കാണും, ബാങ്കിൻ്റെ കയ്യിൽ ഒരു കീ കാണും. 2 കീ ഉപയോഗിച്ചേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു സ്ഥലം. അവിടെ നമുക്ക് നമ്മളുടെ ഗോൾഡൊക്കെ, വീട്ടിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ഗോൾഡ്, പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ബാങ്കിൽ ലോക്കർ ഫെസിലിറ്റീസ് ബാങ്ക് ചിലപ്പോൾ 700 1000 രൂപയൊക്കെ ആയിരിക്കും ഒരു വർഷത്തെ അതിനുള്ള വാടക. ആ വാടക കൊടുത്താൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ആ ലോക്കർ റൂമിനുള്ളിൽ കിട്ടും. അത് പലരും വിനിയോഗിക്കാറുണ്ട്. അതും ബാങ്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സേവനം തന്നെയാണ്. അന്നേരം ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തെന്ന് മനസ്സിലായി, നമ്മുടെ ചുറ്റുപാടുമുള്ള ബാങ്കാണ് SBI, HDFC ബാങ്ക് പോലെയുള്ള ബാങ്കുകളെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പ്രധാനമായിട്ട് പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്ന അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ്. വിവിധ തരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്. SB അക്കൗണ്ട്, FD അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, പലതരത്തിലുള്ള ലോൺ സ്കീംസ് ഉണ്ട്. CC ഉണ്ട്, OD ഉണ്ട്, ഡിസ്കൗണ്ടഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ടേം ലോൺ ഉണ്ട്. അതേപോലെ തന്നെ ബാങ്ക് സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടായിട്ട് തിരിക്കാം. ഏജൻസി സർവീസ് എന്ന് പറയും. അതിൻ്റെ അകത്ത് വിടുന്ന കളക്ഷൻ ഓഫ് ചെക്സും റെമിറ്റൻസ് ഓഫ് മണിയും. ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കും, ടെലിഫോൺ ബിൽ അടയ്ക്കും, റെന്റ് അടയ്ക്കും. അതേപോലെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും, ഡിവിഡൻഡ് കളക്ട് ചെയ്യും. അതേപോലെ തന്നെ ഷെയറും ഡിബഞ്ചറും ബോണ്ടും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് മേടിക്കും, വിൽക്കും. ലോക്കർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.